ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റൈഹൂസ് സ്റ്റോറി വേൾഡ്. വെറുതെ എന്നെ കളിപ്പിക്കാൻ വേണ്ടി പറയണതല്ലേ? എനിക്കറിയാം നിനക്ക് ഇഷ്ടമാണെന്ന്. നീ പഠിച്ചു പഠിച്ച് മൊത്തം കിളി പോയെന്നാ തോന്നുന്നത്. ഇഷ്ടമാണ് പോലും. നിന്നെയൊക്കെ ആരെങ്കിലും ഇഷ്ടമാകുമോ? അഥവാ ഇഷ്ടം പറഞ്ഞു വന്നാൽ വന്നവന്റെ 3 തലമുറ സഹിക്കാൻ പറ്റാത്ത പണി കൊടുക്കില്ലേ നീ? എന്റെ സ്വഭാവം നന്നാക്കാൻ വരണ്ട. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞാൽ മതി. നിനക്ക് ഇഷ്ടമാണോ അല്ലയോ? എനിക്കിഷ്ടമാണ്. കണ്ണു കൂർപ്പിച്ചുകൊണ്ട് അവൻ പറഞ്ഞപ്പോൾ അവളുടെ മുഖത്ത് മനോഹരമായ ഒരു പുഞ്ചിരി വിടർന്നു. പക്ഷെ അത് പ്രണയമല്ല, എന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന നിലയിലാണ്. ഒരു നിമിഷത്തെ ആയുസ് മാത്രമേ അവളുടെ പുഞ്ചിരിക്കുണ്ടായിരുന്നുള്ളൂ. നിമിഷ നേരം കൊണ്ട് പണിത ചില്ലു കൊട്ടാരം അതിനേക്കാൾ വേഗത്തിൽ തകർന്നു വീഴുന്നത് അവൾ അറിഞ്ഞു. അതിന്റെ കൂർത്ത അഗ്രഹങ്ങൾ ഹൃദയധമനികളിൽ തുളഞ്ഞു കയറുന്നു. നിമിഷ നേരം കൊണ്ട് നിറഞ്ഞൊഴുകിയ കണ്ണുനീർത്തുള്ളി അവന്റെ കണ്ണിൽ പെടാതെ നിൽക്കാൻ അവൾ തിരിഞ്ഞു നടന്നു. ഓർമ്മ വെച്ച നാൾ മുതൽ കൈ കോർത്തു പിടിച്ചു നടന്നവൻ, ബുദ്ധി ഉറയ്ക്കാത്ത നഴ്സറി പ്രായം തൊട്ട് കലാലയം വരെ കൂടെ നിന്നവൻ. ഇടയിൽ അറിയാതെ എപ്പോഴോ അവനും തന്നോട് പ്രണയമുണ്ടെന്ന് തോന്നി. തന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു വരുന്നവരെ എന്തെങ്കിലും പറഞ്ഞ് അകറ്റി നിർത്താൻ അവനായിരുന്നു മുന്നിൽ. ചോദിച്ചാൽ പറയും അവൻ നിനക്ക് സെറ്റാകില്ല എന്ന്. അത് താനും ശരിവെച്ചു. നീ പറഞ്ഞത് ശരിയാണ്. അവന് ചിലപ്പോൾ എന്നെ ഉൾക്കൊള്ളാൻ കഴിയില്ലായിരിക്കും. പക്ഷെ എന്റെ കൂടെ നീ ഉണ്ടല്ലോ. എന്റെ ഏത് സ്വഭാവത്തിനും ചുക്കാൻ പിടിക്കാൻ നീ ഉള്ളപ്പോൾ എന്തിനാണ് എനിക്ക് മറ്റൊരു ലവർ? നീയാണ് എന്റെ ജീവിതം, ജീവനും. പറയണമെന്ന് ഒരുപാട് കൊതിച്ചു നിന്നെ എനിക്ക് ജീവനാണെന്ന്, നീയാണ് എന്റെ ആത്മാവെന്ന്. പക്ഷെ പറയാൻ കഴിഞ്ഞില്ല. എന്തോ അതിൽ നിന്ന് തന്നെ തടഞ്ഞുകൊണ്ടിരുന്നു. എങ്കിലും ഇടയ്ക്കെപ്പോഴോ തന്നിലേക്ക് നീളുന്ന അവന്റെ കണ്ണുകളിൽ പ്രണയത്തിന്റെ തിരകൾ അലതല്ലിയോ? തന്റെ തോന്നലാണെന്ന് കരുതി. പക്ഷെ അത് തെറ്റായിരുന്നു. ആ കണ്ണുകളിൽ എത്ര ശ്രമിച്ചിട്ടും മറച്ചു പിടിക്കാൻ കഴിയാത്ത പ്രണയം പലപ്പോഴും താൻ കണ്ടെത്തി. പലവൂര് ചോദിച്ചു. ഒടുവിൽ അവൻ തോൽവി സമ്മതിക്കാൻ കൂട്ടാക്കിയില്ല. എന്ന ഘട്ടത്തിൽ കാലങ്ങളായി തന്റെ ഉള്ളിൽ ഉറഞ്ഞുപോയ അവനോടുള്ള പ്രണയം വെളിപ്പെടുത്തി. എന്നത്തെയും പോലെ പരിഹസിച്ചു ചിരിച്ചു, തള്ളിക്കളഞ്ഞു. തളരാതെ കൂടെ പിടിച്ചു നിന്നു. പക്ഷെ ഇനി കഴിയില്ല. ഡിഗ്രി പഠന കാലം മുതൽ അവനെ ഓർത്ത് അവൻ സ്വന്തം കാലിൽ നിൽക്കുമ്പോൾ തന്നോടുള്ള പ്രണയം തുറന്നു പറഞ്ഞ് വരുമെന്ന് കരുതി വന്ന വിവാഹാന്വേഷണം മുഴുവൻ മുടക്കിക്കളഞ്ഞു. ഡിഗ്രിയും PGയും കഴിഞ്ഞ് ജോലിക്ക് കയറി. ഇനിയും പോറ്റി വളർത്തിയ മാതാപിതാക്കളുടെ നിർബന്ധം സഹിക്കാൻ കഴിയാതെ ആലോചിച്ചു വന്ന ഏതോ ഒരുത്തന് സമ്മതം മൂളി. നാളെ രാവിലെ തന്റെ വിവാഹമാണ്. അതിനു മുമ്പ് അവസാനമായി ഒരിക്കൽ കൂടി ചോദിക്കാനാണ് വന്നത്. പക്ഷെ ഇന്നും സ്ഥിരം പല്ലവി തന്നെ. അല്ലെങ്കിലും പ്രണയം പിടിച്ചു വാങ്ങേണ്ടതല്ലോ, മനസ്സിന്റെ ഉള്ളിൽ നിന്ന് ഉത്ഭവിക്കേണ്ടതല്ലേ. നിറഞ്ഞ കണ്ണുകൾ തുടച്ച് അവന്റെ നേരെ വീണ്ടും തിരിഞ്ഞു. ഡാ, എന്തേ? ഞാൻ നിന്നെ അവസാനമായി ഒരിക്കൽ കൂടെ കെട്ടിപ്പിടിക്കട്ടെ? അതെന്താ, നീ മരിക്കാൻ പോകുവാണോ? മരിച്ചു പോയെങ്കിൽ എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അതിനല്ല. ഇനി നമ്മൾ ഒരിക്കലും കാണില്ല. നിന്റെ മുന്നിൽ വന്ന് നിന്നാൽ ഞാൻ എല്ലാം മറന്ന് നിന്റെ കൂടെ ഇറങ്ങി വന്നെന്നിരിക്കും. അത് വേണ്ട. നമ്മൾ ഇനി കാണരുത് ഒരിക്കലും. നാളെ എന്റെ കല്യാണത്തിന് നീ ഉണ്ടാകരുത്. മറ്റൊരുവന്റെ ഭാര്യയായി ഞാൻ ഇറങ്ങുമ്പോൾ നിന്നെ കണ്ടാൽ എനിക്ക് ഒന്നിനും കഴിയില്ലടാ. ഇന്ന് രാത്രി ഞാൻ ഈ രാജ്യം വിടും. എന്റെ ജോലി ശരിയായിട്ടുണ്ട്. ഇവിടെ കാത്തിരിക്കാൻ ആരുമില്ലല്ലോ. ഇനി റഷ്യയിൽ തന്നെ സെറ്റിൽ ആകാനാണ് പ്ലാൻ. നീ പറഞ്ഞതാണ് ശരി. ഇനി ഒരിക്കലും നമ്മൾ കാണാതിരിക്കട്ടെ. നമ്മുടെ നല്ല ഓർമ്മകൾ മതി നമുക്ക് എന്നും കൂട്ടിന്. അവളെ ഇറുകെ പുണർന്നുകൊണ്ട് പറയുമ്പോൾ അവന്റെ ശബ്ദത്തിലെ ഇടർച്ച അവൾ അറിഞ്ഞില്ല. അല്പനേരം അതേ നിൽപ്പ് നിന്ന് അവനെ നോക്കാതെ അവൾ പിന്തിരിഞ്ഞു നടന്നു. ഒന്ന് നോക്കിയിരുന്നെങ്കിൽ എന്ന് അവനും ആഗ്രഹിച്ചു. പക്ഷെ അതുണ്ടായില്ല. അവൾ പറയും മുന്നേ ഉള്ളിൽ നാമ്പിട്ട പ്രണയമായിരുന്നു. പക്ഷെ വിധി അനുകൂലമായില്ല. അവളുടെ മാതാപിതാക്കൾ പോലും അനുവദിച്ച ബന്ധത്തിന് വിലങ്ങുതടിയായി നിന്നത് തന്റെ അസുഖം തന്നെയായിരുന്നു. ക്യാൻസറിന്റെ രൂപത്തിൽ തന്നെ കാർന്നു തിന്ന വിധി. തന്റെ അന്ത്യനാളുകൾ കുറിച്ചപ്പോൾ മറ്റൊരു സത്യം കൂടി താൻ മനസ്സിലാക്കി. താൻ സ്നേഹിക്കുന്നതിനേക്കാൾ അവൾ എന്നെ സ്നേഹിക്കുന്നുവെന്ന്. പക്ഷെ ഒരിക്കലും പറഞ്ഞില്ല. എന്തിനു പറയണം? ആയുസിന്റെ അറ്റത്ത് എത്തി നിൽക്കുന്ന താൻ എന്തിന് അവൾക്ക് ആഗ്രഹം കൊടുക്കണം? ഒരിക്കലും ഒന്നാകാതെ ജീവിതകാലം മുഴുവൻ നീറിക്കഴിയാൻ അവളെ സമ്മതിക്കാൻ എനിക്കാകില്ല. അതുകൊണ്ടാണ് തള്ളി പറഞ്ഞത്. അവൾ പ്രണയം പറയുമ്പോൾ എല്ലാം പരിഹസിച്ച് തള്ളിയത്. ഇനി ഒരിക്കലും കാണരുത്, അന്വേഷിക്കരുത് എന്നവൾ പറഞ്ഞത് നന്നായി. ഇനി തന്നെ അന്വേഷിച്ചു വരില്ലല്ലോ. പതിയെ തിരിഞ്ഞു നടക്കുമ്പോൾ മേൽചുണ്ടിന് മീതെ ഉറ്റുവീണ കൊഴുത്ത ദ്രാവകം ചൂണ്ടുവിരൽ കൊണ്ട് തുടച്ച് മുഖത്തിന് നേരെ ഉയർത്തി. രക്തം. അത് തുടച്ചു മാറ്റിയപ്പോഴേക്കും തടയാൻ കഴിയാത്ത വിധം മൂക്കിൽ നിന്ന് പതച്ചിറങ്ങി. കാലുകൾ തളർന്നു പോകുന്നു. കണ്ണുകൾ മുകളിലേക്ക് മറിഞ്ഞു വീഴുമ്പോഴും നോക്കിയത് തന്നെ തേടി അവൾ വരുന്നുണ്ടോ എന്നായിരുന്നു. കൺമുന്നിൽ കണ്ടതെല്ലാം വികൃതമായി മാറി. മനോഹരമായി വരച്ചു വെച്ച ചിത്രത്തിൽ അതിനേക്കാൾ ഭംഗിയിൽ ചാലിച്ച വർണ്ണങ്ങൾക്ക് മീതെ ആരോ വെള്ളം കോരിയൊഴിച്ചതുപോലെ മുന്നിലെ കാഴ്ചകൾ മങ്ങി മാഞ്ഞു.
പിറ്റേന്ന് അഗ്നിയെ സാക്ഷിയാക്കി അവളുടെ കഴുത്തിൽ മറ്റൊരുവൻ താലി ചാർത്തുമ്പോൾ ഒഴുകുന്ന നദിയെ സാക്ഷിയാക്കി വിറകുകൂനയുടെ മുകളിൽ കിടത്തിയ അവന്റെ ശരീരത്തെ അതേ അഗ്നി കാർന്നുകൊണ്ടിരുന്നു. തിരികെ വരാത്ത ലോകത്തേക്ക് അവനും അവനില്ലാത്ത മറ്റൊരു ലോകത്തേക്ക് അവളും കാലെടുത്തു വെച്ചത് ഒരേ നിമിഷം.